പറഞ്ഞിട്ടുണ്ട് അകത്ത് കയറിയിരിക്കുക. എത്ര ദിവസം ഞാൻ പറഞ്ഞ അകത്ത് കയറിയിരിക്കാനായിട്ട്. എനിക്ക് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം, എല്ലാവരും വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കോ ഹൈപ്പോ സബ്സ്ക്രൈബോ ഷെയറോ എന്തെങ്കിലും ചെയ്തിട്ട് കുറച്ച് അധികം ആൾക്കാരെ എടുത്തുകൊണ്ട് ഈ വീഡിയോ എത്തിക്കണം എന്ന റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. ഐ ബിലീവ് ടിൽ നൗ ഈവൻ വീഡിയോ ചെയ്യുന്ന ഒരാളും ഈ ഒരു ടോപ്പിക് അഡ്രസ്സ് ചെയ്തിട്ടില്ല. ബട്ട് ഐ വോണ്ട് വ്യൂവേഴ്സ് ടു ഗെറ്റ് ടു നോ അബൌട്ട് ദിസ് ടോപ്പിക്. അതുകൊണ്ട് ഈ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. സോ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇന്ന് രാവിലെ കണ്ടപ്പോൾ തൊട്ടിട്ട് ഞാൻ ഭയങ്കര ഷോക്കിലാണ്. ഞാൻ എന്താ പറയേണ്ടത്, എങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കേണ്ടത്, എന്ത് ഇമോഷനാണ് എനിക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഞാൻ ആദ്യം ഒരു കാര്യം പറയാം, എനിക്ക് ഈ വീഡിയോ റിലേറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ ഫുള്ള് എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് കാണിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ യൂട്യൂബിൻ്റെ ഗൈഡ് ലൈൻസ് പ്രകാരം കുട്ടികൾക്ക് എഗെയിൻസ്റ്റ് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു അബ്യൂസ് അല്ലെങ്കിൽ മക്കൾ കരയുന്ന വീഡിയോസ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ഫുള്ള് കാണിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. ഞാനിത് കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കണ്ട ID നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു തരാം. എന്നിട്ട് നിങ്ങളെല്ലാവരും, എനിക്ക് തോന്നുന്നു നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് പോയിട്ട് നിർബന്ധമായിട്ടും ഈ വീഡിയോ കംപ്ലീറ്റ് ഇരുന്ന് കാണണം എന്നൊരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ. ഞാൻ കണ്ട ഇൻസ്റ്റഗ്രാം ID ഏതാണെന്ന് വെച്ചാൽ കേരള എക്സ്പോസ് എന്നാണ്. KERALA പിന്നെ ഒരു അണ്ടർസ്കോർ ഇടുക XPOSE എന്നാണ്. ഈ അക്കൗണ്ടിലാണ് ഞാൻ ഈ വീഡിയോ കണ്ടത്. ഇന്ന് രാവിലെ തൊട്ടിട്ട് ഞാൻ ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് കണ്ടു. അപ്പം വീഡിയോ എന്താണെന്ന് വെച്ചാൽ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു പെൺകുട്ടി, കുഞ്ഞു മോളാണ്, എനിക്ക് തോന്നുന്നു 3ാം ക്ലാസ്സിലെങ്ങാനുമാണ് ആ കുട്ടി പഠിക്കുന്നത്. ഇവളെല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് വന്നിങ്ങനെ ഇറങ്ങി ഒരു കടയുടെ മുമ്പിലാണ് നിൽക്കുക. അവിടെ ഇവളുടെ വീട്ടുകാരോ ഇവരുടെ ഫാമിലിയിൽ ആരെങ്കിലും വന്നിട്ടാണ് ഈ മോളെ കൂട്ടിക്കൊണ്ട് അവരുടെ വീട്ടിലോട്ട് പോവുക. അപ്പോൾ ഇവളിങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു പെർട്ടിക്കുലർ വ്യക്തി, ഞാൻ ആളുടെ ഫോട്ടോ ഇവിടെ കൊടുക്കാം, ആള് ഈ കുട്ടീനെ നോക്കിയിട്ട് ഇങ്ങനെ ഹായ് കാണിച്ചിട്ട് വാ മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിക്ക് എന്തോ ഒരു പേടി തോന്നി. കുട്ടി വേഗം ഓടി ഈ കടേൻ്റെ ഉള്ളിലോട്ട് കയറി. അപ്പോൾ ഈ കടേൻ്റെ ഉള്ളിലാണ് ഈ മോളുള്ളത്. അപ്പോൾ ഈ കടേൻ്റെ ഉള്ളിലോട്ട് ഈ വ്യക്തി ചെല്ലുകയാണ്. എന്നിട്ട് ഈ വ്യക്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ മാമനും ഈ വ്യക്തിയും ഫ്രണ്ട്സാണ്. അപ്പം മോളെ നീ എൻ്റെ കൂടെ വാ, ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്നാണ് പറയുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ മോള് കടന്ന് കരയുന്നുണ്ട്. എനിക്കറിയില്ല, എനിക്ക് ഈ ചേട്ടനെ അറിയില്ല, എനിക്ക് ഈ മാമനെ അറിയില്ല, എൻ്റെ മാമൻ്റെ കൂട്ടുകാരല്ല. അപ്പം ഇയാൾ പറയുന്നത് ഈ കുട്ടി 6ാം ക്ലാസ്സിൽ എങ്ങാനും ആണെന്നാണ്. കുട്ടി കരഞ്ഞാ പറഞ്ഞത്, ഞാൻ 3ാം ക്ലാസ്സിലാഞ്ഞ്, എൻ്റെ അമ്മ വരും എന്ന് പറഞ്ഞത്. അപ്പം എന്താ പറയുക, ഈ പെർട്ടിക്കുലർ വ്യക്തി ഫേക്കാണ്, ഈ കുട്ടിയായിട്ട് ഒരു ബന്ധമുള്ള ആളല്ല. അങ്ങനെ ഈ കുട്ടി ഓടി വന്നതും ഈ കുട്ടിയുടെ കരച്ചിലും കണ്ടിട്ട് എനിക്കൊരു തുണിക്കടയാണ്, ആ തുണിക്കടയിൽ ഒരു ചേച്ചി ഈ കുട്ടിക്ക് പ്രൊട്ടക്ഷനായി നിൽക്കുകയാണ്. എന്നിട്ട് ഈ ചേച്ചി ഫ്രണ്ടിൽ നിന്നിട്ട് ഇവനുമായിട്ട് ഭയങ്കര ഡിബേറ്റ് ഉണ്ടാക്കുക. അപ്പം ഇവൻ അങ്ങോട്ട് വാദിക്കുകയാണ്, എനിക്കറിയാം അവളെ, നിങ്ങൾ എന്ത് ചെയ്യാനാണ്, അവളെ എൻ്റെ കൂടെ വിട്, നീ എന്താടി പറയുന്നത്, നീ എൻ്റെ കൂടെ വാടി എന്ന് പറഞ്ഞ് ഈ പിഞ്ചു കുഞ്ഞിൻ്റെ അടുത്ത് ഇവൻ കടന്ന് ഒച്ചപ്പാടുണ്ടാക്കുക. ചേച്ചിമാർ ഇവൻ്റെ അടുത്ത് എതിർത്ത് പറഞ്ഞിട്ട് പോലും ഇവന് ഒരു പേടിയുമില്ല. സൈഡിൽ നിന്ന് ചേച്ചി വീഡിയോ ഷൂട്ട് ചെയ്തു, വീഡിയോ എന്ത് ചെയ്തു സോഷ്യൽ മീഡിയയിൽ ഇട്ടു. ലാസ്റ്റ് നാട്ടുകാരെല്ലാവരും വന്നു, കാര്യം പറഞ്ഞു. നാട്ടുകാരെല്ലാം ഇവനെ മാറ്റി അടിച്ചു എന്നൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്. ഇവൻ അടിച്ച് എവിടെയോ ഇട്ടു. കുട്ടിയുടെ അമ്മ വന്നു, കുട്ടീനെ അമ്മ കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം ഈ ചേച്ചിക്ക് എന്തോ സ്വീകരണമൊക്കെ കൊടുത്തതിൻ്റെ ഒരു ഫോട്ടോ സാധനങ്ങളൊക്കെ ഞാൻ കണ്ടു. പിന്നെ ചേച്ചി പറയുന്ന ഒരു ന്യൂസ് ക്ലിപ്പും കണ്ടു. ഞാനിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പരതിയിട്ട് എനിക്കത് കിട്ടുന്നില്ല. കാരണം ഞാൻ ഇൻസ്റ്റഗ്രാം റീൽസിനാണ് കണ്ടത്. ഞാൻ ഈ യൂട്യൂബിൽ അടിച്ച് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ കുറേ സെർച്ച് ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഇതിപ്പോഴും കൂടെ ഇടാൻ വൈകിയാൽ ഭയങ്കര ലേറ്റ് ആവും എന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ എനിക്കത് തോന്നാനുള്ള മെയിൻ റീസൺ ആ മോളുടെ കരച്ചിൽ കേട്ടിട്ടാണ്. കുഞ്ഞു കുട്ടിയാണ്. കാരണം അവൾ ഇപ്പോഴും വന്ന എൻ്റെ അമ്മ വരും എന്ന് വെച്ചാൽ അത്ര കുഞ്ഞു മോള്. റീസെൻ്റ്ലി പാകിസ്ഥാനിൽ നടന്നൊരു ന്യൂസ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. എനിക്ക് ആ ന്യൂസ് പറയാൻ പറ്റുന്നില്ല. 18 ദിവസമുള്ളൊരു വാവ, അതും അച്ഛനും അമ്മയും, അതിൽ അച്ഛനുമായിട്ട് ഇവർ ഡിവോഴ്സായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് 18 വയസ്സുള്ള ഈ വാവേൻ്റെ അടുത്ത് ഇവൻ ഈ ചെയ്തത്. ബാക്കി പറയുന്നില്ല. ഇങ്ങനത്തെ കുറേ ന്യൂസുകളാണ് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്.
അപ്പം എനിക്ക് മനസ്സിലാവാത്തത് ഇവൻ എന്തിനാണ് അവിടെ വന്ന് നിന്ന് ഈ കുട്ടീനെ വാ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ ഇൻറ്റൻഷൻ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമുക്ക് എല്ലാവർക്കും ബേബീസ് ഉണ്ട്. ഇപ്പം എൻ്റെ കൂടെ കൊളീക്കായി വർക്ക് ചെയ്യുന്ന ഡാനിൻ്റെ മോൻ ചെറുതാണ്. അപ്പം ഞാൻ ഈ ന്യൂസ് ഇങ്ങനെ ഡാനീൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് അവൾ ഭയങ്കര തമാശയ്ക്ക് പറഞ്ഞു കുടുക്കേനെയാണ് വിളിച്ചതെങ്കിൽ ഇപ്പോൾ കുടുക്ക പോവോ എന്നുള്ള രീതി എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നീ പറഞ്ഞു കൊടുക്കണം കുട്ടികളുടെ അടുത്ത്, നീ എന്തായാലും പറഞ്ഞു കൊടുക്കണം. പലരും വിളിക്കും പോവരുത്. എനിക്ക് ഈ അച്ഛനും അമ്മേനോടും അല്ലെങ്കിൽ ഈ ഫാമിലി മെമ്പേഴ്സിനോടും പറയാനുള്ളത് നോബഡി ഈസ് സേഫ് ഇൻ ദിസ് വേൾഡ്. പണ്ടത്തൊരു സുരക്ഷിതത്വവും സമാധാനവും ഒന്നും ഈ ലോകത്തിപ്പം ഇല്ല. അല്ലാണ്ട് നജാത്ത് ഹോസ്പിറ്റലിൽ എന്റെ കൂട്ടാണ്ട് പെങ്ങള് അവിടെ ബസ് കയറുന്നുണ്ട്. പക്ഷെ എടി അല്ലടി ഇത് ചേച്ചി പറഞ്ഞല്ലോ. ഈ ലോകത്തുള്ളത് ഫുള്ള് ഇപ്പം നമ്മൾ പറയുന്ന പോലെ കഴുകന്മാരാന്ന് പറയുന്ന ആൾക്കാരാണ്. അതിന് കുഞ്ഞു കുട്ടികളില്ല, ദിവസങ്ങളായ കുട്ടികളില്ല, അല്ലെങ്കിൽ ഈ 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു ഫീച്ചറും വേണ്ട, ഒന്നും വേണ്ട, പെണ്ണായാൽ മതി. ഞാൻ ബാക്കി വാക്ക് പറയുന്നില്ല. അങ്ങനത്തെ കുറേ ആൾക്കാരുള്ളൊരു ലോകമാണ്. ഒട്ടും നിങ്ങളുടെ മക്കളാണെങ്കിലും നിങ്ങളുടെ കോളേജ് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഈവൻ വർക്കിംഗ് വുമൺ ആണെങ്കിലും ഈ ലോകത്തൊട്ടും സേഫല്ല. ഒരിക്കലും കുട്ടികളെടുത്ത് വളരെ വ്യക്തമായി നിങ്ങൾ പറഞ്ഞു വിടുക. സ്കൂൾ ബസ്സിൽ പോവുക, സ്കൂൾ ബസ്സിൽ വരിക. പ്രൈവറ്റ് ബസ്സിൽ വരുന്ന കുട്ടികളാണ് അങ്ങനെ കറക്റ്റ് ടൈമിൽ എത്തിയില്ലെങ്കിൽ വിളിച്ച് അന്വേഷിക്കുക, ടീച്ചേഴ്സിന് വിളിച്ച് ചോദിക്കുക എപ്പോൾ ഇറങ്ങി, എന്തായി, എങ്ങനെയായി എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് 2 രീതിയിലാണ് പ്രശ്നങ്ങൾ നടക്കുക. ഒന്ന്, കുട്ടികൾ അവരുടെ പ്രായവുമായി ബന്ധപ്പെട്ടിട്ട് അവർ തിരിച്ചറിവില്ലായ്മേൻ്റെ ഭാഗമായി എടുത്ത് ചാടുന്ന കുറേ ഇൻസിഡൻസ്. ഇപ്പോൾ ഫോർ ആൻ എക്സാമ്പിൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ട് പരിചയപ്പെട്ടവൻ്റെ കൂടെ ചാടിപ്പോയി. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ന്യൂസ് നിങ്ങൾ കണ്ടില്ലേ, കുട്ടിക്ക് ഫോൺ കളിക്കാൻ കൊടുക്കാത്തതിന് കാശിയിൽ പോയി. ആ മോൻ ഇപ്പോഴും നമ്മൾ തിരഞ്ഞുകൊണ്ട് നിൽക്കുക. അതുപോലെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന് 1 കിലോമീറ്റർ അടുത്തൊരു മോൻ 10 വയസ്സ് 10ാം ക്ലാസ് പഠിക്കുന്ന 15 വയസ്സുള്ള മോൻ ഉപ്പ വണ്ടി ഓടിക്കരുത് എന്ന് പറഞ്ഞതിന് ഇങ്ങനൊരു തീരുമാനം എടുത്തു. ഇങ്ങനെ കുട്ടികളുടെ പ്രവൃത്തി, അവരുടെ ഇഷ്ടങ്ങൾ, വാശി, ദേഷ്യം കാരണം അവരുടെ ജീവിതത്തിൽ അവർ അവരുടേതായ രീതിയിൽ ഒരു തീരുമാനം എടുക്കുന്ന കുറേ ന്യൂസുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. ഇതല്ലാണ്ട് കുറേ കഴുകന്മാർ കുട്ടികളെ നോക്കിക്കൊണ്ട് നടക്കുന്ന ഇതുണ്ട്. നമുക്ക് പല ന്യൂസുകളും കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ മരവിച്ച് പോവുക എന്ന് പറയുന്ന ഒരു സാധനമല്ലേ. എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് സത്യം പറയാം എനിക്കിങ്ങനെ ഉറക്കം കിട്ടുന്നില്ല. എനിക്ക് അവൻ്റെ ഒരു ഭാവം, അവൻ്റെ ഒരു ചേഷ്ട ഞാൻ ആലോചിക്കുന്നത് അവന് പേടില്ല. ചേച്ചിമാർ അത്രയും അവൻ്റെ അടുത്ത് എതിർത്ത് പറയുമ്പോൾ നാട്ടുകാർ വന്ന് പറയുമ്പോഴും അവൻ അങ്ങോട്ട് വാദിക്കുകയാണ്. ആ മോള് എന്തോ ഗുരുത്വപ്രകാരം അവളെ മോള് ഉള്ളോട്ട് കയറിപ്പോയത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ആ മോള് കയറി പോവാണ്ട് ആ മോൾ അവിടെ നിന്ന് അവൻ വിളിച്ച സമയത്ത് ആ മോള് പോയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സിറ്റുവേഷൻ? എത്ര കുട്ടികൾക്ക് ഈ ബുദ്ധിയുണ്ട്? എത്ര പാരൻസ് കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്? എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ പണ്ട് പഠിക്കുന്ന സമയത്ത് എന്നോട് വീട്ടിൽ നിന്ന് എപ്പോഴും പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, പുറത്തുനിന്ന് ആരെങ്കിലും മുട്ടായി തന്നാൽ വാങ്ങരുത്. എൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഞാനും എൻ്റെ ബ്രദറും ഒരേ സ്കൂളിലൊക്കെ ഇങ്ങനെ പഠിച്ചു വന്നതാണ്. അപ്പോൾ ഏറ്റവും വലിയ ഗുണം എൻ്റെ ഒരു 4th വരെ ഞാൻ പഠിക്കുമ്പോൾ കുറച്ച് എൻ്റെ ബ്രദർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങോട്ട് എൻ്റെ ബ്രദർ എൻ്റെ സീനിയർ ആയിട്ടാണ് ഞാൻ പഠിച്ചത്. അതിന് +1 +2 പഠിക്കുന്ന സമയത്താണെങ്കിലും അപ്പോഴാണ് എൻ്റെ ബ്രദർ എൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോയത്. പക്ഷേ എന്നാലും എൻ്റെ ഒരു ഹോം ടൗൺ ആയതുകൊണ്ട് തന്നെ ഒരു 15 മിനിറ്റ്സ് വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ എനിക്കറിയുന്ന ബസ്സാണ്, എനിക്കറിയുന്ന കണ്ടക്ടേഴ്സ്, ഡ്രൈവേഴ്സാണ്. അച്ഛനാണെങ്കിൽ ബത്തേരി വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അപ്പം എപ്പോഴും വന്നു പോകുന്നതുകൊണ്ട് തന്നെ മിക്ക ഡ്രൈവേഴ്സ്, കണ്ടക്ടേഴ്സ് ഇവർക്ക് എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷേ ഇന്ന് വെച്ചാൽ ആ ഒരു കണക്ഷനോ ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല. ഇപ്പം എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള കണ്ടക്ടർ ഡ്രൈവർമാരല്ല. ഇന്ന് കുറച്ചും കൂടെ എല്ലാവരും ചേഞ്ചസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, പിള്ളേരാണെങ്കിൽ അവർക്ക് അവരുടെ വൈബാണ്, അവരുടെ സ്പേസാണ്, അവരുടെ ഫ്രീഡമാണ്, അവർക്ക് ഇഷ്ടമുള്ള പോലെ ഫൈൻ. ഞാൻ ഒരാളുടെയും ഫ്രീഡത്തിൽ കയറി പറയാനോ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര 90s അമ്മച്ചിയായിട്ട് നിങ്ങൾ ഉപദേശിക്കാനോ വരികയല്ല. പക്ഷേ ഇന്നത്തെ സൊസൈറ്റി വളരെ ബാഡാണ്. നമുക്ക് ഒരാളുടെയും പ്രോപ്പറായിട്ടുള്ള ഇൻറ്റൻഷൻ നമുക്കറിയില്ല. ആൻഡ് സെക്കൻഡ് തിങ്, ഡ്രഗ് ഞാൻ എടുത്ത് ഞാൻ പറയും ലഹരി എന്ന് പറയുന്നത്. കാരണം ലഹരി എന്ന് പറയുന്ന ഒരു സാധനം നമ്മളുടെ സമൂഹത്തെ ഇല്ലാണ്ടാക്കുകയാണ്. നമ്മൾ ഡെയിലി ബേസിസിൽ നമ്മൾ എത്ര തൂഫാൻ കേസസാണ് കിട്ടുന്നത്. അതുമാത്രമല്ല, ഞാൻ പറയുന്ന പോലെ നമ്മളൊരു ടൗണിൽ ഒരു 30 ആൾ റൗണ്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിലൊരു 15 ആളെങ്കിലും എന്തെങ്കിലും ലഹരി വസ്തു യൂസ് ചെയ്യുന്ന ഒരാളായിരിക്കും. ചിലപ്പോൾ ആ ടൈമിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ലഹരി അങ്ങ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയാര്, അച്ഛനാര്, പെങ്ങളാര്, ഭാര്യയാര്, കുട്ടികളാര് എന്നുള്ളൊരു ബോധം പോലും പലർക്കും ഉണ്ടാവില്ല. എന്തിനും ധൈര്യമാണ്.
ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ന്യൂസ് ഉണ്ട്. നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല. ഞാൻ എൻ്റെ ക്ലിപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. എന്തുട്ടി അതെ ആ കൊച്ചിനെ ആരും ഇല്ലാന്ന് കരുതി. എന്നിട്ട് അതാ അതിന്റെ ചിന്താപ്പാടാ. അല്ല നമ്മക്ക് എന്ത് ഗുണിക്കാൻ പറ്റും? ഇത്രയേ ഉള്ളൂ. ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു വിഷയം എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായി. പിന്നെ പെട്രോൾ അധികാരിനെ കയറി അടിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആ പെട്രോൾ ഉടമ മീൻസ് പെട്രോൾ കൊടുക്കുന്ന അവിടുത്തെ വർക്കറിനെ അടിക്കുന്നു. അത് ചോദിക്കാൻ വന്ന ഉടമേനെ അടിക്കുന്നു. അത് ചോദിക്കാൻ വന്ന പോലീസുകാരൻ അടിക്കുന്നു. ഈ 3 അടി ചെയ്തത് ഒറ്റ ഒരാളാണ്. ഏറ്റവും വലിയ കോമഡി, അവൻ്റെ ബാക്കിൽ ഏതോ ഒരു ലേഡി ഉണ്ട്, വൈഫോ സിസ്റ്ററോ ആരോ ആണ്. അവരുള്ള സമയത്താണ് ഇവൻ ഉണ്ടാക്കുന്നത്. പിന്നെയാണ് മനസ്സിലായത് അവൻ മദ്യമല്ലാണ്ട് വേറൊരു ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. ഒരു വ്യക്തി അല്ലാണ്ടാക്കുക. നമ്മുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, പ്രവർത്തികൾ, ആര്, എന്ത്, എങ്ങനെ പെരുമാറണം, ഇങ്ങനെയുള്ളത് കംപ്ലീറ്റ് ഒരു മനുഷ്യൻ ഔട്ടാക്കി കൊണ്ടുവയ്ക്കുന്ന ഒരു സാധനമാണ്. അത് അമിതമായി യൂസ് ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ അയൽവാസികൾ, ചുറ്റുമുള്ള ആൾക്കാർ, നമ്മൾ പഠിപ്പിക്കുന്നവർ, നമ്മുടെ സീനിയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മൾ റോട്ടിൽ നിന്നാണ്, ഇവരെന്താണ്, ഇവരുടെ സ്വഭാവം എന്താണ്, ഇവരുടെ ഇൻറ്റൻഷനാണ്, ഇവരെന്താ ചെയ്യുന്നതെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ലൈക്ക് ഈ ഒരു സൊസൈറ്റിയിൽ വി ആർ നോട്ട് സേഫ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ കൂടെ ഉദ്ദേശിച്ച് ഇത്ര മാത്രമേ ഉള്ളൂ, എല്ലാവരും സേഫായിരിക്കാൻ ശ്രമിക്കുക. കുട്ടികളെല്ലാവരുടെ അടുത്തും ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അവരെ കറക്റ്റ് വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കരുത്. ഒന്നെങ്കിൽ നിങ്ങൾ പ്രോപ്പർ സ്കൂൾ ബസ്സിൽ വിടുക. അതിനില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ പിക്ക് ആൻഡ് ഡ്രോപ്പ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് കറക്റ്റ് ടൈമിൽ ചെയ്യാൻ നിൽക്കാൻ ശ്രമിക്കുക. നല്ല എഡ്യൂക്കേഷൻസ് കുട്ടിക്ക് കൊടുക്കാൻ ശ്രമിക്കുക. ഈ ഒരു പെർട്ടിക്കുലർ ന്യൂസ് തന്നെ അവിടെ ഇരുന്ന് എല്ലാ പിള്ളേരെയും കാണിക്കണം. എല്ലാ പിള്ളേരും ഈ ന്യൂസ് കാണണം. പിള്ളേർക്ക് മനസ്സിലാവണം. എന്നാൽ മാത്രമേ ഈ സൊസൈറ്റിയിൽ മാറ്റം വരൂ, ചേഞ്ചസ് വരൂ. കാരണം ഞാൻ ഭയങ്കര ഷോക്കാണ്. ഞാൻ ആലോചിക്കും, എന്തിനിവനിങ്ങനെ, എന്താണ് ഇവന് കിട്ടുന്നത്, എന്തിനാണ്, പിഞ്ചു കുട്ടിയല്ലേ, കുട്ടീനോട് ഇങ്ങനെ ചെയ്യാൻ പാടുമോ? ആൻഡ് ഈ ലോകത്തുള്ള എല്ലാവർക്കും ഈ ഒരു മനസ്സുണ്ടാവണം എന്നില്ല. ആ ലേഡി അത്രയും നേരം നിന്ന് ഇവനോട് ഫൈറ്റ് ചെയ്തത് കൊണ്ടാണ് ഇന്ന് അതിനൊരു തീരുമാനമായത് അല്ലേ? ഫൈറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിലോ ആ കുട്ടിയുടെ കണ്ടീഷൻ എന്തായേനെ, കുട്ടിയുടെ അവസ്ഥ എന്തായേനെ? നമ്മൾ കുറേ കിടന്ന് കരയും, കുറേ ന്യൂസ് വരും, ഡിസ്കഷൻ വരും. ഈ വൃത്തിയിട്ട ചെറ്റേനെ പിടിച്ചുകൊണ്ട് പോകും, 10-20 കൊല്ലം അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ പുറത്തിറങ്ങും, പോകും എന്നല്ലാണ്ട് എന്ത് മാറ്റമാണ് സൊസൈറ്റിക്ക് കൊണ്ടുവരാൻ പറ്റുക? എനിക്കറിയില്ല. ഞാൻ ഭയങ്കര ഷോക്ക്ഡായി. ഞാൻ ആലോചിക്കുക, എന്ത് സേഫ്റ്റിയാണ് ഈ ലോകത്തുള്ളത്? എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും, എങ്ങനെ ജീവിക്കാൻ പറ്റും, എങ്ങനെ പോവും, എങ്ങനെ ആക്കും എന്നുള്ളതാണ്. കാരണം നമ്മുടെ ലോകം ഒരുപാട് ചേഞ്ചായി എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഇങ്ങനെ കുറേ ന്യൂസ്. ഇതിപ്പോൾ വന്ന ന്യൂസല്ല, കുറേ മുമ്പ് വന്ന ന്യൂസാണ്. പക്ഷേ ചില ന്യൂസ് നമ്മളെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്യുമെന്ന് പറയില്ല. എന്നെ മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി ഒക്കെ ഒരുപാട് സ്ട്രൈക്ക് ചെയ്തൊരു ന്യൂസാണിത്. എനിക്ക് ഞാൻ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഇങ്ങനെ സ്റ്റക്കായിപ്പോയി, സൈലൻ്റായിപ്പോയി, ഭയങ്കര പെയിനിൽ കൂടെ കടന്നുപോയി ഈ ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ ഒരു ഞാൻ നോട്ട് സേയിങ് അബൌട്ട് വുമൺ, നിങ്ങൾ ഒരിക്കലും കരുതും. പക്ഷെ നല്ലൊരു പെണ്ണ് വളർന്ന് വരുന്ന, അവളുടെ അഡോളസൻ്റ് ഏജ്, അത് കഴിഞ്ഞിട്ട് അവളുടെ പീരീഡ്സ്, അതിൻ്റെ പെയിൻ ഓരോ സ്ത്രീകൾക്കും നന്നായിട്ട് അറിയാം. അത് കഴിഞ്ഞ് ഒരു മെച്യൂർ സ്റ്റേജ്, ഗെറ്റിംഗ് മാരീഡ്, ദെൻ ബേബീസ്, പ്രഗ്നൻസി സ്റ്റേജ്, ബേബീനെ ടേക്ക് കെയർ ചെയ്യുക, ലൈക്ക് ഒരുപാട് ഹോർമോണൽ ചേഞ്ച്, ഫിസിക്കൽ ചേഞ്ച്, മെൻ്റൽ ചേഞ്ച്, ഇമോഷണൽ ചേഞ്ച്, ഒരുപാട് സ്ട്രഗിൾസ് കൂടെ കടന്നു പോകുന്ന ഒരു ഫേസാണ്. ബട്ട് അവളുടെ ബോഡീനെ വരെ വേറെ രീതിയിൽ കാണുന്ന ഒരുപാട് വ്യക്തികളുള്ള ഒരു ലോകമാണ്. അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ബോഡീനെ വരെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അത് വേറെ ഇൻറ്റൻഷനിൽ കാണുന്ന ഒരുപാട് വ്യക്തികളിൽ ഈ ലോകത്ത് സർവേ ചെയ്യുക എന്ന് പറയുന്നത് നോട്ട് അറ്റ് ഓൾ എ സിമ്പിൾ തിങ്. ഞാൻ ആലോചിക്കുന്നത് വൈ ഓൾ ദിസ് ഹാപ്പൻ ഇൻ ഇന്ത്യ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കറിയില്ല. ഞാൻ ഫോറിൻ രാജ്യത്തൊന്നും ഇങ്ങനത്തെ ന്യൂസുകളൊന്നും ഞാൻ കേൾക്കുന്നില്ല. അവിടെയൊന്നും ഇങ്ങനത്തെ മനുഷ്യന്മാരില്ലേ? എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളാരും കേട്ടെങ്കിൽ നിങ്ങൾ പറ കേട്ടോ. ഇഫ് ഇറ്റ്സ് മൈ ലാക്ക് ഓഫ് നോളജ്, ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ബട്ട് നമ്മുടെ ഈ ഇന്ത്യയിൽ എപ്പോഴും ന്യൂസാണ്. എന്തൊക്കെ ന്യൂസാണ് കേൾക്കുന്നത്, എന്തൊക്കെ ബിഹേവിയറാണ്. എന്നാണ് ഈ ശിക്ഷയ്ക്കൊക്കെ ഒരു മാറ്റം വരിക? എനിക്കറിയാൻ പാടില്ല. ഇത് ചോദിക്കുക. എനിക്ക് വീണ്ടും പറയാനുള്ളത് ജനങ്ങളോടാണ്. എനിക്ക് പറയാനുള്ളത് ഇത് ജനങ്ങൾ, ഞാൻ ഒരു വ്യക്തിയോടല്ല പറയുന്നത്, ജനങ്ങളെടുത്ത്. കാരണം ഇതൊരു പോലീസിനടുത്ത് പോയി ഇതൊരു കേസായി കോടതിയിലെത്തി അവനൊരു ശിക്ഷ കിട്ടിയിട്ട് അവനെന്തേ കിട്ടട്ടെ എന്ന് പറയുന്നതിനേക്കാൾ കുറേയൊക്കെ നമ്മൾ പബ്ലിക്കലി റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര മാറ്റം സൊസൈറ്റിയിൽ കൊണ്ടുവരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് കുറേ ക്ലബ്സ് ഉണ്ട്, യൂണിയൻസ് ഉണ്ട്, അസോസിയേഷൻ ഉണ്ട്, റെസിഡൻസ് ഓർഗനൈസേഷൻ ഉണ്ട്, ഇങ്ങനെ കുറേ
ഓർഗനൈസേഷനെ കുറിച്ചൊക്കെ അറിയാം. ഈ ഓർഗനൈസേഷനൊക്കെ ആ സമൂഹത്തിൻ്റെ വെൽഫെയറിന് വർക്ക് ചെയ്യുക, മേ ബി പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം വർക്ക് ചെയ്താൽ ദറ്റ് വിൽ ഹെൽപ്പ് ടു സേവ് അവർ ചൈൽഡ്, അല്ലെങ്കിൽ നമ്മുടെ മദർ ഓർ നമ്മുടെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. ഞാനൊരു ജെൻഡർ ലൈക്ക് ഒരു സെക്സ് മാത്രം പറയുന്നു എന്ന് കരുതണ്ട. എനിക്കറിയാം ബോയ്സ് ഓൾസോ ഇങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻ ക്രൈസിസിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ബട്ട് ഐ നീഡ് ടു സേവ് ചൈൽഡ്, ബേബീസ്, കുഞ്ഞു മക്കൾ, അവരുടെ നിഷ്കളങ്കത, അവരുടെ അവസ്ഥ, സിറ്റുവേഷൻ. എനിക്കൊരിക്കലും അവരൊന്നും ഇങ്ങനത്തെ ഇതിൽ കൂടെ കടന്നു പോകണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ആൻഡ് അങ്ങനത്തെ ഒന്നും ലൈഫിൽ ഉണ്ടാവരുതേ, അങ്ങനത്തെ ഒന്നും ന്യൂസിൽ. ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന പാകിസ്ഥാൻ ന്യൂസ് വാസ് സംതിങ് ദറ്റ് ഹേർട്ട് മീ. ലൈക്ക് ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു ഗണ്ണ് കിട്ടി വിത്തിൻ സ്പോട്ട് ആ കൊച്ചിനെ, ആ ചെയ്ത വ്യക്തിനെ എന്ന് ഞാൻ ആലോചിച്ച് പോയി. ഇഫ് ഐ എം വെരി ബാഡ്. കാരണം 18 കുഞ്ഞ് ബേബി, എനിക്കതിൽ കൂടുതൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയിലാണ് കുട്ടികളെ ബാ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. എന്ത് ലൈക്ക് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. സോ ഐ ഹാവ് ടു സേ യു ടേക്ക് കെയർ ഓഫ് യുവർ ബേബീസ് എ ലോട്ട്. നന്നായി ടേക്ക് കെയർ ചെയ്യുക, അവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കുക, അവരെ കൂടെ നിൽക്കുക, കെയർ ചെയ്യുക, ഹോൾഡ് ചെയ്യുക, മേക്ക് ദം സേഫ്. അവർക്ക് ഫോണ്, ലാപ്ടോപ്പ്, അല്ലെങ്കിൽ ഇനി അവർക്ക് വേണ്ട ചോക്ലേറ്റ്സ്, കിൻഡർ ജോയ്, അങ്ങനത്തെ എല്ലാം സാധനം വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ പ്രയറായിട്ട് മേക്ക് ദം സേഫ് ഫ്രം ഓൾ ദിസ് കൈൻഡ് ഓഫ് ഡ്രാക്കുളാസ്. അത്രേ പറയാനുള്ളൂ. ഞാൻ ഈ ഒരൊറ്റ സാധനം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. ഹോപ്പ്ഫുള്ളി നിങ്ങൾ എത്ര പേര് വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല. ഗൈസ്, പ്ലീസ് ഡു ഷെയർ ദിസ് വീഡിയോ ഓർ പ്ലീസ് ഡ്രോപ്പ് എ ലൈക്ക്, ഹൈപ്പ്, കമൻറ്റ്. ആൻഡ് ഐ ജസ്റ്റ് വാണ്ട് എവറിബഡി ഈ വീഡിയോ കാണണം. റാദർ അവർ മനസ്സിലാക്കണം ഈ സിറ്റുവേഷൻ.